ഹലോ, അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ചയായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു ലാപ്ടോപ്പ് നോക്കണം. കാരണം പുള്ളിക്കാരൻ അടുത്ത മാസം നാട്ടിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് തപ്പി ഇറങ്ങിയതാണ്. നമുക്ക് നേരെ ജെറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്പോട്ടായ ജെറിയറിൻ്റെ അടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ജെറിയറിലോട്ട് പോവുകയാണ്. ജെറിയറിൽ പോയി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 4 പേരാണ് പോയത്. നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാൾക്കാണ് ലാപ്പ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജെറിയറിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഇഷ്ടംപോലെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. മാക്ബുക്ക് ഇരിപ്പുണ്ട്, അതുപോലെ നമ്മുടെ എല്ലാ ബ്രാൻഡും ഇരിപ്പുണ്ട്. അസ്യൂസ്, ലെനോവോ എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ലെനോവോയുടെ മറ്റേ ലോക്ക് സീരീസ്, അതുപോലെ അസ്യൂസിൻ്റെ ടഫ്, അതുപോലെ MSIയുടെ കുറേ ബ്രാൻഡ് ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം നോക്കി ഇങ്ങനെ വെറുതെ നോക്കി വന്ന് പിന്നെ നമ്മൾ നമ്മുടെ PC ഗെയിമിംഗ് PC അതിൻ്റെ കുറേ സെക്ഷൻ ഇരിപ്പുണ്ട്. ഇതെല്ലാം 11 റിയാൽ 13,000 റിയാലൊക്കെയാണ് വരുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഗ്രാഫിക്സ് കാർഡും അതിൻ്റെ ഫാനും. പിന്നെ ഇതെന്തൊരു സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ നേരെ പ്രൊജക്ടറിൻ്റെ സെക്ഷനോട്ട് വന്ന് ചെറിയ മിനി പ്രൊജക്ടർ, അതുപോലെ തന്നെ കുറച്ച് സൈസ് കൂടിയത് ഒരു 300 റിയാൽ, അതുപോലെ തന്നെ 1300 അങ്ങനെയൊക്കെ ഉള്ള 300 റിയാലിൻ്റെ ഏറ്റവും കുറഞ്ഞ ഒരു പ്രൊജക്ടർ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ സ്പീക്കർ പോലെയൊക്കെ. പിന്നെ നമ്മൾ നേരെ ഐഫോണിൻ്റെ സെക്ഷനിലോട്ട് വന്നു. iPhone 17. പിന്നെ വെറുതെ ക്യാമറ ഓണാക്കി ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് iPhone 17 Pro ഇരിപ്പുണ്ട്. അത് അവിടുത്തെ ആൾ മാറി. അപ്പോൾ ഞങ്ങൾ 17 Pro എടുത്ത് കയ്യിലൊക്കെ വെച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ അതിനെയും അവിടെ വെച്ചിട്ട് ഞങ്ങൾ മേളിലോട്ടൊരു ഫ്ലോറുണ്ട്. ആ ഫ്ലോറിലോട്ട് പോയി എന്താ നോക്കിയിട്ടിരുന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ മേളിലത്തെ ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടി നമ്മുടെ സ്റ്റെപ്പിനടുത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ മേളിലെ ഫ്ലോറിലോട്ട് എത്തി. അവിടുത്തെ നമ്മൾ മൊത്തം ടോയ്സാണ് ഫസ്റ്റ് കയറി ചെല്ലുമ്പോഴേ കാണുന്നത്. ടോയ്സാണ് കാണുന്നത്. ടോയ്സുകൾ കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ റൈറ്റിലോട്ട് പോയി. റൈറ്റിലോട്ട് പോയപ്പോൾ നമ്മൾ അപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു സാധനം കണ്ടത്. നമ്മുടെ പഴയ മസ്താങ്, അതുപോലെ ലാൻഡ് റോവർ, അതുപോലെ ബെൻസ്, പോർഷെ, അതുപോലെ കുറേ കൊച്ചു കാർസ് ഇരിപ്പുണ്ട്. കാർസിൻ്റെ നമ്മുടെ ഇതെല്ലാം മെറ്റൽ ബോഡിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. മെറ്റൽ ബോഡിയാണ്, നല്ല ഡീറ്റെയിലിംഗും ഉണ്ട്. അത്യാവശ്യം നല്ല ഹെവി വെയിറ്റും ഉണ്ട് സാധനത്തിന്. സാധനം കൊച്ചതാണെങ്കിലും പക്ഷേ നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ 99 റിയാൽ, അതുപോലെ 129 റിയാൽ, അതുപോലെ ആയിട്ടുള്ള. പിന്നെ ഹോട്ട് വീൽസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. കുഞ്ഞ് മിനി കാർസ്. ഇത് നാട്ടിൽ വെച്ചും കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അതിലെ കുറേ കളക്ഷൻ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മെസ്സി ഇരിപ്പുണ്ട്, റൊണാൾഡോ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് നമുക്ക് വേറൊരു സാധനം. ഇത് എന്തൊരു എനിക്ക് മനസ്സിലായില്ല. റബ്ബർ പോലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വായനോട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ താപ്പോട്ട് ഇങ്ങനെ ഇറങ്ങി. ഒരു വെറൈറ്റി ലാപ്പ് ഇരിപ്പുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയിരുന്നു ഞാൻ. അതിൽ പിന്നെ വന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ ലെനോവോയുടെ യോഗ എന്ന് പറഞ്ഞ സ്ലിം 9 എന്ന് പറഞ്ഞൊരു മോഡലാണ്. കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ നല്ല റേറ്റും ഉണ്ട്. 7,000 റിയാലും കണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് തൊടാൻ പോയില്ല. ഗ്ലാസ് പൊല്ലിക്കുവാണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെ കയ്യിലെടുക്കാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഷർഫിയിലോട്ടാണ് പോകുന്നത്. ഷർഫി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു ഒറ്റ കാര്യമുള്ളൂ, ഈ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ ബോർഡ്. നല്ലൊരു ഫുഡ് സ്പോട്ടാണിത്. ഇവിടെ പോയി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതുപോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ളത്. നമ്മുടെ ജിദ്ദ നിൽക്കാറ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ കൂട്ട് ഉള്ള ഇതും അതുപോലെ എന്താ പറയുക, ഇവിടെ ഫുള്ള് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ വന്നൊരു ഫീലാണ് കിട്ടുന്നത്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളീസാണ്. പിന്നെ അതുപോലെ കടകളായാലും അതുപോലെ നമുക്ക് എല്ലാ സാധനം അത്യാവശ്യം എല്ലാ സാധനവും കിട്ടും. ഞാൻ അതുപോലെ മറ്റൊരു നമ്മുടെ വൈറ്റ് മൊബൈൽസിൻ്റെ ഷോപ്പ് ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മൾ എങ്ങനെ നോക്കിയാലും ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആവും. പിന്നെ അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കാൻ വിളിച്ചു. നല്ല ചൂട് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അതുവഴി നടന്നു. അടുത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോയി. നമ്മളവിടെ പോയി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ കുറച്ച് മിഠായിയൊക്കെ തന്നു അവരോടുന്ന്. നമ്മളത് കഴിഞ്ഞ് നേരെ നമുക്ക് മെയിനായിട്ടുള്ള ലോക്ക് മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു ലോക്ക് കടയിൽ പോയി. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആ ലോക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നേരെ എക്സ്ട്രയിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ എക്സ്ട്രയിലെത്തി. അവർ ലാപ്പ് നോക്കാൻ പോയി. ഞാൻ മൊബൈലിൻ്റെ ഹോൾഡർ നോക്കാൻ പോയി, വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ മറ്റേ മൊബൈലിൻ്റെ നമ്മുടെ സക്ഷൻ ടൈപ്പ് ഇതുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിലും ഗ്ലാസ്സിൽ പൊട്ടിക്കാൻ പറ്റും. സക്ഷൻ ടൈപ്പ് തന്നെയാണ്. അതുപോലെ മാഗ്നറ്റുമാണ് ഫോൺ ഹോൾഡ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ 45 റിയാൽ നഷ്ടമില്ല. ഓൺലൈനിൽ നോക്കിയപ്പോഴും സെയിം റേറ്റ് ആണ്. പിന്നെ ഈ ഐറ്റം കിട്ടാനുമില്ല. അങ്ങനെ ഞങ്ങൾ ആ ഐറ്റം കൊടുത്തു. ഇത് കണ്ടോ, 2 ഡോറുള്ള ഒരു ഇത് കണ്ടോ, നമ്മുടെ വാഷിംഗ് മെഷീൻ, അതുപോലെ കുറേ ഫ്രിഡ്ജ് അകലം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി അടുത്തോട്ട് പോയി. ഇനി നമുക്ക് നേരെ റൂം ഓടിക്കണം. ആ റൂമിൽ വന്നപ്പോഴാണ് സമയം നോക്കിയപ്പോൾ 12:16. നാട്ടിൽ 2:46 അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ, ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.